ഹലോ ഓൾ, വെൽക്കം ടു a ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും പോർട്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് പോർട്ട്സ് എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർട്ടിനെ പറ്റിയിട്ടോ നെറ്റ്വർക്ക് പോർട്ട്സിനെ പറ്റിയിട്ട് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് വെയിറ്റ്, നമ്മൾക്ക് ഒരുപാട് ടൈം കളയാനില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പൊ എന്താണ് പോർട്ട്? ഓക്കെ, ഇന്റർനെറ്റ് ആക്സസ് പോയിന്റ്സ് ആണ് ആക്ച്വലി ഈ പോർട്ട് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ആക്സസ് പോർട്ട്സ് എന്നാണ് പറയുന്നത്. സോ അവരെന്ന് പറയുന്നത് വിർച്വൽ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന ഒരു വിർച്വൽ പോയിന്റ് ആണ്. വിർച്വൽ പോയിന്റ് നമുക്ക് കാണാൻ പറ്റാത്ത രണ്ട് പോയിന്റ്സ് ആണ്. വേർ ദ നെറ്റ്വർക്ക് കണക്ഷൻ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്. ഒരു നെറ്റ്വർക്ക് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതിൻ്റെയും ഒരു വിർച്വൽ പോയിന്റ് ആണ്. രണ്ട് പോയിന്റ്സ് ആണ് അല്ലേ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരും. അപ്പം ആ നെറ്റ്വർക്ക് കണക്ട് ആവുന്ന പോയിന്റും അത് നെറ്റ്വർക്ക് എൻഡ് ആവുന്ന പോയിന്റും തമ്മിലുള്ള ആ ഒരു വിർച്വൽ കണക്ഷനെയാണ് നമ്മൾ ആക്ച്വലി പോർട്ട് എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോർട്ട് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ ഈ സോർട്ടിങ്ങിന് സഹായിക്കും. അതായത് നമുക്ക് നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ. ചില സമയത്ത് നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം മെസ്സേജസ് പോവാറില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ ഒരു പോർട്ടാണ് അതിനൊന്ന് സോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ വാട്ട് പോർട്ട് വിൽ ബി ഡൂയിങ് ഇസ് ദേ അലൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടു ബി ഡയറക്റ്റഡ് ടു ദ അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ. കറക്റ്റായിട്ട് ഏത് ആപ്ലിക്കേഷൻ ഏത് സമയത്ത് പോകണം എന്നുള്ളത് ആര് സഹായിക്കുന്നു? അതിന് വേണ്ടിയിട്ട് നമ്മുടെ പോർട്ട് സഹായിക്കുന്നു. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒരു 16-bit ഇൻറ്റീജർ ഡിജിറ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി റേഞ്ചിങ് ഫ്രം സീറോ തൊട്ട് 65535 എന്ന് പറയുന്ന നമ്പർ വരെ അകത്ത് റേഞ്ച് വരുന്ന ഒരു 16-bit ഇൻറ്റീജറിനെയാണ് നമ്മൾ പോർട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ മേജറായിട്ട് വരുന്ന പോർട്സിനെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടാവും. ഒരു 3-4 ഉണ്ട് മേജറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു. എന്താണ് പോർട്സ് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് പോർട്ട് സഹായിക്കുന്നത് ആൻഡ് പോർട്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളതും നമ്മൾ പഠിച്ചു. അടുത്തതെന്ന് പറയുന്നത് എന്താണ് ഒരു പോർട്ട് നമ്പർ എന്ന് പറയുന്നതാണ്. ഓക്കെ, വാട്ട് ഇസ് എ പോർട്ട് നമ്പർ? പോർട്ട് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 0 to 6535 എന്നീ ഇടയ്ക്ക് വരുന്ന ഓരോ പോർട്ടിനും ഓരോ ഫങ്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഇപ്പം 0 എന്ന് പറയുന്ന പോർട്ട് നമ്പറിന് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള പോർട്ട് നമ്പറിന് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ദിസ് പോർട്ട് നമ്പർ ഇസ് എ വേ So this port number is a way to identify the specific process. എന്താണ് സ്പെസിഫിക് പ്രോസസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ആക്ച്വലി ഈ പോർട്ട് നമ്പർ കൊണ്ട് നമുക്ക് സഹായിക്കുക. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് മെസ്സേജിൽ വരുന്ന സമയത്ത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഹൗ ദ നെറ്റ്വർക്ക് വിൽ ബി ഐഡന്റിഫൈങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോർട്ട് നമ്പർ. നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കാനാണെങ്കിൽ മെയിൽ അയക്കുന്നതിന് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോർട്ട് നമ്പർ ഉണ്ട്. അപ്പം അത് മെയിലാണ് പോകേണ്ടത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോർട്ട് നമ്പർ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അഗെയിൻ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് അഡ്രസ്സിങ്. അഡ്രസ്സിങ് നമുക്ക് കറക്റ്റ് ഒരു എവിടെയാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡ്രസ്സ് പറഞ്ഞു തരാണ് ആര്? പോർട്ട് നമ്പർ. ഓക്കെ, ദാറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ സെൻഡേഴ്സ് ആൻഡ് ദ റിസീവേഴ്സ് ഓഫ് ദ ഇൻഫർമേഷൻ. സെൻഡർ ആരാണ്, റിസീവ് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഏജന്റിനെ അല്ലെങ്കിൽ ഒരു വിർച്വൽ പോയിന്റിനെ പറയുന്നതാണ് ഈ ഒരു പറയുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പോയിന്റ് ഇസ് ബീൻ റിപ്പീറ്റിംഗ്. നമ്മൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ? IP അഡ്രസ്സിലും നമ്മൾ കുറേ നമ്പർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഇതിലും കുറേ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടെണ്ണം ആക്ച്വലി എന്തോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? മോസ്റ്റ് ഓഫ് അസ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. സോ എന്താണ് ഒരു IP അഡ്രസ്? IP അഡ്രസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഐഡന്റിഫൈസ് എ മെഷീൻ.
ഓക്കെ, ഒരു മെഷീനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഐ പി അഡ്രസ് ഉള്ളത് ഇൻ ദ ഐ പി നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഇസ് യൂസ് ടു ഡിറ്റർമിൻ ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേറ്റ പാക്കറ്റ്. ഒരു ഡേറ്റ പാക്കറ്റിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്ന് മനസ്സിലായി, ഏത് കമ്പ്യൂട്ടറിലോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് മെഷീനിലോട്ടാണ് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് അല്ലെങ്കിൽ ഡേറ്റ പോകേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതാണ് ആര്? ഐ പി അഡ്രസ്. ഇമ്പോർട്ടൻറ്റ് നോട്ട്, ഐ പി അഡ്രസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞ് ഇറ്റ് ഐഡന്റിഫൈസ് എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓർ സർവീസ്. ഇറ്റ് ഈസ് ഐഡന്റിഫൈങ് ദ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനും സർവീസും ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മെഷീനാണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനും സർവീസും ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരുന്നത്. I hope you understood the difference. Okay. IP address will be the building street. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രീറ്റ് അഡ്രസ് ആണെങ്കിൽ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് അപ്പാർട്ട്മെന്റിന്റെ പേരായിരിക്കും. അതായത് ആ ബിൽഡിങ്ങിന്റെ അപ്പാർട്ട്മെന്റ് നമ്പർ എത്രയാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ പോർട്ട് നമ്പർ പറഞ്ഞു തരാം. സോ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു നമുക്ക് കുറെ പോർട്ട് നമ്പേഴ്സ് ഉണ്ടല്ലേ, ഫ്രം 0 ടു ദ മേജർ നമ്പർ. അപ്പം ആ നമ്പറിൻ്റെ അകത്ത് വരുന്ന മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ട് വരാൻ സാധ്യതയുള്ള ചില പോർട്ട് നമ്പേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്ട് നമ്പർ 25. അതെന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ വിച്ച് ഇസ് കോൾഡ് ആസ് SMTP. ഓക്കെ, ഇത് നമ്മൾ ഇമെയിൽസ് അയക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പോർട്ടാണ് വിച്ച് ഇസ് കോൾഡ് ആസ് 25, പോർട്ട് നമ്പർ 25. ഓക്കെ, നമുക്ക് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് പറയുക. അപ്പം ഈ ഒരു പോർട്ട് നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ്. ഓക്കെ, ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്, ആ മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ സാധനം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഡേറ്റ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ ഈസ് പോർട്ട് നമ്പർ 80. പോർട്ട് നമ്പർ 80 എന്ന് പറയുന്നത് നമ്മുടെ HTTP. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഏബിൾ ടു സീ ഇൻ ദ ടോപ്പ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ HTTP എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറില്ലേ. സോ ആ ടൈപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോട്ടോക്കോൾ ദാറ്റ് എനേബിൾസ് ദ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ HTTP പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം പോർട്ടാണ് വിച്ച് ഇസ് കോൾഡ് ആസ് പോർട്ട് നമ്പർ 80. സോ HTTP എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേൾഡ് വൈഡ് വെബ് www എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ HTTP നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ പോർട്ട് നമ്പർ 443 എന്ന് പറയുന്നത് സെയിം ആസ് ലൈക്ക് HTTP, പക്ഷേ HTTPS. ഇവിടെ ഒരു എസ്സും കൂടെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് എ സെക്യൂർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അത് ഏറ്റവും സെക്യൂർ ആയിട്ട് നമുക്ക് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നമ്മുടെ www നമ്മുടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു HTTP എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പോർട്ട് നമ്പർ 3389 വിച്ച് ഇസ് കോൾഡ് ആസ് റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോക്കോൾ. അതായത് നമുക്കിപ്പം വിർച്വൽ മെഷീനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്താണെന്നുള്ളത്. നമ്മൾ ഇവിടെ ഇരിക്കുവാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലുള്ള ഒരു കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് വാട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ്, റൈറ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോട്ടോക്കോൾ നടത്താൻ വേണ്ടിയിട്ട് വി യൂസ് ദ പോർട്ട് നമ്പർ വിച്ച് ഇസ് കോൾഡ് ആസ് 3389. സോ ഇതൊക്കെ നിങ്ങളിപ്പോൾ കാണാതെ പഠിക്കണമെന്നില്ല. ആക്ച്വലി ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നതേ ഉള്ളൂ. മേജർ ആയിട്ടുള്ള കുറച്ച് പോർട്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനിടെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പോർട്ട് എന്താണ്, പോർട്ട് നമ്പേഴ്സ് ഒരു എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്നതാണ്. ഫൈൻ. പിന്നെ അടുത്തതായിട്ട് വരുന്ന രണ്ട് മേജർ ടോപ്പിക്സ് നിങ്ങൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് കേൾക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കീവേഡ്സ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സോ വാട്ട് ആർ ഓപ്പൺ പോർട്ട്സ് ആൻഡ് വാട്ട് ആർ പോർട്ട് സ്കാനിങ്. ഓക്കെ, സോ ഓപ്പൺ പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ പോർട്ട് നമ്പർ. അത് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്, എപ്പോഴാണ് നമുക്കൊരു റിക്വസ്റ്റ് വരുന്നത് ആ സമയത്ത് അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആകും.
ഓക്കെ, അതിനെ പറയുന്നതാണ് ഓപ്പൺ പോർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ പ്രോഗ്രാം വാണ്ട്സ് ടു റിസീവ് എ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ നെറ്റ്വർക്ക്, നെറ്റ്വർക്കിലൂടെ ഒരു പ്രോഗ്രാം റിസീവ് ചെയ്യണം എന്നുള്ള ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് രജിസ്റ്റേഴ്സ് വിത്ത് ദ സിസ്റ്റം നെറ്റ്വർക്കുമായിട്ട് ഇൻഫോർമേഷൻ ഫസ്റ്റ് ഗ്യാദർ ചെയ്യും. ഓക്കെ, ടു ടു ഓപ്പൺ ദ പോർട്ട് നമ്പർ, പോർട്ട് നമ്പർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം നെറ്റ്വർക്ക് വഴി രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പൺ പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോർട്ട് നമ്പർ വിച്ച് ആക്ടിവേറ്റ് ആൻഡ് റെഡി ടു റിസീവ് ദ റിക്വസ്റ്റ്. റിക്വസ്റ്റ് വരുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആക്കിയിട്ട് ആ പ്രോഗ്രാം ഏത് വഴി നെറ്റ്വർക്കിൽ പാസ്സാകണം, എന്നിട്ട് ഏത് നെറ്റ്വർക്ക് പോർട്ടിലോട്ട് അത് പോകണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഫൈൻ, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓപ്പൺ പോർട്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് എ പോർട്ട് സ്കാനിങ്. പോർട്ട് സ്കാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പോർട്ട് നമ്പർ, ഓരോ IP അഡ്രസ്സിലും എന്തായാലും പോർട്ട് നമ്പേഴ്സ് കാണുമല്ലോ, എന്നാലല്ലേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ IP അഡ്രസ്സിലെ ഓരോ പോർട്ട് നമ്പേഴ്സിനെയും ഇവർ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് റെസ്പോണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനാണ് പറയുന്നത് എന്ത്, പോർട്ട് സ്കാനിങ്. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് എവറി പോർട്ട് നമ്പർ ഓഫ് ദ IP അഡ്രസ് ടു സീ ഇഫ് ഇറ്റ് ഇസ് റെസ്പോണ്ടിങ്. അതായത് നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ പോർട്ട് നമ്പർ നമുക്കറിയാം, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് അല്ലേ. നമ്മൾ പോർട്ട് നമ്പർ ഇവിടെ പഠിച്ചു, എത്രയാണ്, 25 എന്ന് പറയുന്നത്. അപ്പം പല പോർട്ട് നമ്പേഴ്സിനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഏതാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതിലായിരിക്കും ടാർഗറ്റഡ് മെയിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം ഈ പോർട്ട് സ്കാനിങ് എന്ന് പറയുന്നത് ഒരു കോമൺ വേ ആണ്. നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി അറ്റാക്കിങ്ങിൽ പഠിക്കുന്ന കാര്യത്തിൽ മിക്കവാറും ഈ പോർട്ട് സ്കാനിങ് നടക്കുന്ന സമയത്താണ് അറ്റാക്കേഴ്സിന് ഉള്ളിലോട്ട് കയറി ബാക്കി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ അറ്റാക്കിംഗ് വേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പോർട്ട് സ്കാനിങ് എന്നുള്ളത് നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് പോർട്ട് സ്കാനിങ്, അതായത് ചെക്കിംഗ് എവറി പോർട്ട് നമ്പർ ഓഫ് ആൻ IP അഡ്രസ് ടു സീ ഇഫ് ഇറ്റ് ഇസ് റെസ്പോണ്ട്. അപ്പം നമുക്ക് വേണ്ടിയ സാധനം തന്നെയാണോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്ത് എപ്പോഴാണോ അത് കറക്റ്റ് ആവുന്നത്, സോ ദ wanted response will be given to the particular IP address. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി നമ്മൾ പോർട്സിനെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പോർട്ട് എന്താണെന്ന് പഠിച്ചു, പോർട്ട് നമ്പർ എന്താണെന്ന് പഠിച്ചു, IP അഡ്രസ്സും പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, കുറച്ച് മേജർ ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, പിന്നെ എന്താണ് ഓപ്പൺ പോർട്ട് ആൻഡ് പോർട്ട് സ്കാനിങ്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ് our YouTube channel. So thank you so much for watching. Bye.